ഏബ്രഹാം മൽപ്പാൻ കിണറ്റിലെറിഞ്ഞ മുത്തപ്പൻ ആര്? മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോയാണിത്. ഈ വീഡിയോയിൽ മലങ്കര സഭാ നവീകരണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. മാരാമൺ പള്ളിയിൽ മുത്തപ്പന്റെ പ്രതിമയുണ്ടായിരുന്നു. വർഷാവർഷം നടക്കുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് ഈ മുത്തപ്പനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുകയും ഈ മുത്തപ്പന്റെ മുൻപിൽ വണങ്ങുകയും മുത്തപ്പന് പ്രസാദവും നേർച്ച കാഴ്ചകളും അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് പള്ളിയോടനുബന്ധിച്ച് നടന്നിരുന്നു. ഇത് പള്ളിക്ക് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ചടങ്ങുകളായിരുന്നു. എന്നാൽ ക്രൈസ്തവ സഭ കടന്നു പോകുന്ന ഏറ്റവും വലിയ അന്ധകാര കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഈ ആചാരവും അനുഷ്ഠാനവും വേദപുസ്തക വിരുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ നവീകരണ വീരനായ ഏബ്രഹാം മൽപ്പാൻ വിപ്ലവകരമായ ഒരു പ്രവൃത്തിക്ക് തയ്യാറായി. അങ്ങനെ ആരും അറിയാതെ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ മുത്തപ്പന്റെ മരപ്രതിമയെടുത്ത് ആ വിഗ്രഹമെടുത്ത് കിണറ്റിലെറിഞ്ഞു കളഞ്ഞു. ഇന്നാണെങ്കിൽ വലിയ കലാപങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയാണ് അന്ന് ഏബ്രഹാം മൽപ്പാൻ ചെയ്തത്. എന്നാൽ നവീകരണത്തിന്റെ ഭാഗമായി താൻ ഇത് ചെയ്തത് മലയാളി ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഏറ്റവും സവിശേഷതയായ ഒരു പ്രവൃത്തിയായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ആരാണ് ഈ മുത്തപ്പൻ? എന്താണ് മുത്തപ്പന്റെ പ്രത്യേകത? നമുക്ക് പരിശോധിക്കാം. കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ തോമാസ് ശ്ലീഹ കേരളത്തിൽ വരികയും മലങ്കര സഭയ്ക്ക് അടിത്തറയിടുകയും ചെയ്തു എന്നാണ് പാരമ്പര്യമായി കേരളത്തിലെ ക്രൈസ്തവർ വിശ്വസിക്കുന്നത്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട മലങ്കര ക്രൈസ്തവ സഭയുടെ ദീർഘകാലഘട്ടങ്ങൾ അന്ധകാര യുഗങ്ങളായിരുന്നു. അതായത് വേദപുസ്തക വിരുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏകദേശം ഹൈന്ദവ മതത്തിന്റെ ഒരു അവാന്തര വിഭാഗം പോലെ അധപ്പതിച്ചു പോയ ഒരു ക്രൈസ്തവ സമൂഹമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ CMS മിഷണറിമാരുടെ വരവോടുകൂടെ വേദപുസ്തകം മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും അത് വായിക്കപ്പെടുകയും ചെയ്തതോടുകൂടെ നവീകരണത്തിന്റെ വെള്ളി വെളിച്ചം ക്രൈസ്തവരുടെ ഇടയിലേക്ക് പ്രകാശിച്ചു തുടങ്ങി. കോഴഞ്ചേരിക്കടുത്ത് മാരാമണിലെ പ്രസിദ്ധമായ പാലക്കുന്നത്ത് തറവാട്ടിൽ 1796 ജനിച്ച ഏബ്രഹാം തന്റെ 16-ാമത്തെ വയസ്സിൽ മാർത്തോമ എട്ടാമനിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. സുറിയാനി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം നേടിയ ഏബ്രഹാം മൽപ്പാൻ കോട്ടയം പഴയ സെമിനാരിയിലെ സുറിയാനി അധ്യാപകനായി നിയമിക്കപ്പെട്ടു. അന്നു മുതൽ അദ്ദേഹത്തെ ഏബ്രഹാം മൽപ്പാൻ എന്ന് വിളിക്കുന്നു. മൽപ്പാൻ എന്ന വാക്കിന്റെ അർത്ഥം അധ്യാപകൻ എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആംഗ്ലിക്കൻ മിഷണറിമാരുമായുള്ള സഹകരണത്തിലൂടെയും നിരന്തരമായ വേദപുസ്തക വായനയിലൂടെയും പഠനത്തിലൂടെയും ഏബ്രഹാം മൽപ്പാന് ഒരു കാര്യം ബോധ്യമായി: മലങ്കര സഭ വേദപുസ്തക വിരുദ്ധമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ്. അന്ധകാരാവൃതമായ ഒരു സമൂഹമായി ഇത് മാറ്റപ്പെട്ടിരിക്കുന്നു. അനിവാര്യമായ ഒരു നവീകരണം സഭയ്ക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിലേക്കും വേദപുസ്തക ആശയങ്ങളിലേക്കും സഭ തിരിയേണ്ടിയിരിക്കുന്നു. നവീകരണത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ഏബ്രഹാം മൽപ്പാൻ ഉറച്ച തീരുമാനമെടുത്തു. 1836 തന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ചില വൈദികരുടെ സഹായത്തോടുകൂടെ അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന കേണൽ ഫ്രേസറിന്റെ മുൻപാകെ ഏബ്രഹാം മൽപ്പാൻ ഒരു നിവേദനം സമർപ്പിച്ചു. മലങ്കര സഭയെ അടിമുടി നവീകരിക്കുന്നതിനുള്ള പദ്ധതികളായിരുന്നു, നിർദ്ദേശങ്ങളായിരുന്നു ആ നിവേദനത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് റെസിഡന്റിൽ നിന്ന് കാര്യമായ ഒരു പിന്തുണ ഏബ്രഹാം മൽപ്പാന് ലഭിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ ഏബ്രഹാം മൽപ്പാൻ സ്വന്തം നിലയിൽ മലങ്കര സഭയെ നവീകരിക്കുവാനുള്ള ഒരു പരിശ്രമത്തിന് മുന്നിട്ടിറങ്ങി. തുടർന്ന് അദ്ദേഹവും സഹപ്രവർത്തകരും കൂടെ മലങ്കര സഭയിൽ ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നവയാണ്. അന്നുവരെ മലങ്കര സഭയിൽ കുർബാന അർപ്പിക്കപ്പെട്ടിരുന്നത് സുറിയാനി ഭാഷയിലാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ഈ സുറിയാനി ഭാഷ മനസ്സിലാകുന്നില്ല. വേദപുസ്തകം പോലും സുറിയാനി ഭാഷയിലായതുകൊണ്ട് അത് വൈദികർ മാത്രമാണ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഏബ്രഹാം മൽപ്പാൻ സുറിയാനി ഭാഷയിലുള്ള തക്സ മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും
ആ മലയാള തർജിമ ഉപയോഗിച്ച്, ആ തക്സ ഉപയോഗിച്ച് കുർബാന അർപ്പിക്കുകയും ചെയ്തു. ഇതൊരു വിപ്ലവകരമായ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. 2, മരിച്ചവരോടും മരിച്ചവർക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനകൾ നിർത്തലാക്കണമെന്ന് അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. മരിച്ചവരുടെ പേരിൽ നടത്തുന്ന ചാത്തം പോലെയുള്ള ദുരാചാരങ്ങൾ ഒരു കാരണവശാലും വേദപുസ്തക ആശയങ്ങൾക്ക് നിരക്കുന്നതല്ലെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. 3, പുരോഹിതന്മാരുടെ ചെവിയിൽ പാപങ്ങൾ ഏറ്റുപറയുന്ന കുമ്പസാരം എന്നത് വചനവിരുദ്ധമായ നടപടിയാണെന്നും അതൊരിക്കലും ചെയ്യുവാൻ പാടില്ല എന്നും ദൈവത്തിന്റെ മുൻപിൽ മാത്രമേ പാപങ്ങൾ ഏറ്റുപറയുവാൻ പാടുള്ളൂ എന്നും ഏബ്രഹാം മൽപ്പാൻ പഠിപ്പിച്ചു. 4, വിശുദ്ധന്മാരുടെ കബറിടങ്ങളിൽ കാണിക്ക അർപ്പിച്ച് കുർബാന കൈക്കൊള്ളുന്ന രീതി അനാത്മികമാണെന്നും ദൈവവചന വിരുദ്ധമാണെന്നും അദ്ദേഹം ജനത്തെ ഉദ്ബോധിപ്പിച്ചു. 5, ആർഭാടപൂർവ്വം നടത്തുന്ന പെരുന്നാളുകളും ഉത്സവങ്ങളും ക്രൈസ്തവികമല്ലെന്നും ദൈവവചനത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം ജനത്തോട് പറഞ്ഞു. ആംഗ്ലിക്കൻ മിഷണറിമാരുടെ സ്വാധീനവും ഏബ്രഹാം മൽപ്പാനും കൂട്ടാളികളും നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങളും സഭ തന്റെ കൈപ്പിടിയിൽ നിന്ന് നഷ്ടപ്പെടുവാൻ കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞ അന്നത്തെ മെത്രാപ്പോലീത്ത ചേപ്പാട് മാർ ദിവാന്യാസ്യോസ് മിഷണറിമാരുമായുള്ള ബന്ധം മാവേലിക്കര പടിയോലയിലൂടെ വിച്ഛേദിച്ചു. മാത്രവുമല്ല, നവീകരണ പരിഷ്കാരങ്ങൾ തുടരുന്നതിനെതിരെ ഏബ്രഹാം മൽപ്പാനെ താക്കീത് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഏബ്രഹാം മൽപ്പാനും 12 വൈദികരും ജനത്തെ വേദപുസ്തകം വായിക്കുവാനും വേദപുസ്തകാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനും ധാർമ്മിക നിലവാരം ഉയർത്തുവാനും ഒക്കെ അശ്രാന്തമായ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ എബ്രഹാം മൽപ്പാന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ശക്തമായ നിലപാടെടുത്ത മറ്റൊരു വൈദികനായിരുന്നു കൈതയിൽ ഗീവർഗീസ് മൽപ്പാൻ. ഇങ്ങനെ നവീകരണ ആശയങ്ങളുമായി മുന്നോട്ട് പോയ എബ്രഹാം മൽപ്പാൻ തന്റെ ഇടവകയായ മാരാമൺ പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരാചാരത്തിനെതിരെ ആഞ്ഞടിക്കുവാൻ തീരുമാനിച്ചു. ആ പള്ളിയിൽ ദീർഘനാളുകളായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മുത്തപ്പന്റെ പ്രതിമയെടുത്ത് അദ്ദേഹം കിണറ്റിലെറിഞ്ഞുകൊണ്ടാണ് ഒരു വലിയ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തെ ആദ്യ ആഴ്ചയിലാണ് മുത്തപ്പന്റെ പെരുന്നാൾ നടന്നിരുന്നത്. ആ സമയത്ത് മുത്തപ്പന്റെ വിഗ്രഹവുമായി പ്രദക്ഷിണം നടത്തുകയും പൂജകൾ അർപ്പിക്കുകയും ജനങ്ങൾ മുത്തപ്പന്റെ പ്രതിമയുടെ മുൻപിൽ കാണിക്ക അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ ആഘോഷങ്ങളാണ് നടന്നു വന്നിരുന്നത്. ഇത് സ്വാഭാവികമായും സഭയ്ക്ക് വലിയ വരുമാനമുണ്ടാക്കുന്ന ഒരു പരിപാടി കൂടെയായിരുന്നു. ഈ വഴിപാട് തുക മോഹിച്ചാണ് സഭാ അധികാരികൾ ദീർഘനാളുകളായി ദൈവവചന വിരുദ്ധമായ ഈ നടപടികളെ അനുകൂലിച്ച് പ്രോത്സാഹിപ്പിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. ആ വിഗ്രഹമെടുത്ത് കിണറ്റിലെറിഞ്ഞുകൊണ്ട് എബ്രഹാം മൽപ്പാൻ ആ ദുരാചാരത്തെ എന്നേക്കുമായി മാരാമൺ പള്ളിയിൽ നിന്ന് കുടിയിറക്കി. വേദപുസ്തകത്തിലെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നായ യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്, ദൈവത്തിനു പകരം മറ്റൊരു വിഗ്രഹത്തെയും വണങ്ങരുത് എന്നുള്ള അടിസ്ഥാന ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമായിരുന്നു മുത്തപ്പനെ വണങ്ങുന്നതിലൂടെ സഭ നടത്തിക്കൊണ്ടിരുന്നത്. ഏബ്രഹാം മൽപ്പാൻ എടുത്ത് കിണറ്റിലെറിഞ്ഞ ഈ മുത്തപ്പൻ ആരാണ്, എന്താണ് മുത്തപ്പന്റെ പ്രത്യേകത എന്ന് പരിശോധിക്കാം. എൽദോ മാർ ബസേലിയോസ് മഫ്രിയാനോ, ഇതാണ് മുത്തപ്പന്റെ യഥാർത്ഥ നാമം. മഫ്രിയാനോ എന്ന വാക്കിന് കാതോലിക്ക എന്നാണ് അർത്ഥം. സഭാ ചരിത്രമനുസരിച്ച് 1678 മുതൽ 1684 വരെ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കിഴക്കിന്റെ മഫ്രിയാനോ ആയിരുന്നു എൽദോ മാർ ബസേലിയോസ്. ആധുനിക ഇറാഖിലെ മൊസൂളിലാണ് എൽദോ മാർ ബസേലിയോസിന്റെ ജന്മസ്ഥലം. ചെറുപ്പം മുതൽ ആത്മീയ കാര്യങ്ങളിൽ തൽപരനായിരുന്ന എൽദോ വൈദിക പഠനാനന്തരം റംബാനായും ദീർഘകാലം വൈദിക വൃത്തി ചെയ്തു കഴിഞ്ഞപ്പോൾ മഫ്രിയാനോ ആയും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. മലങ്കരയിലെ നസ്രാണികൾ ആ കാലത്ത് പേർഷ്യൻ ഓർത്തഡോക്സ് സഭയുമായുള്ള സഹകരണത്തിലാണ് മുൻപോട്ട് പോയിരുന്നത്. അന്നത്തെ പുത്തൻകൂറ്റുകാരുടെ സഭയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന അർക്കദിയോക്കൻ തോമ രണ്ടാമൻ തങ്ങൾക്ക് ഒരു മെത്രാനെ വാഴിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പേർഷ്യയിലുള്ള സഭാപിതാക്കന്മാർക്ക് ഒരു കത്തയച്ചു. കത്ത് ലഭിച്ച പാത്രിയാർക്കീസ് മഫ്രിയാനോയുമായി കൂടിയാലോചിച്ചു. ഒടുവിൽ മലങ്കരയിലെ നസ്രാണികൾക്ക് വേണ്ടി
കേരളത്തിലേക്ക് യാത്ര ചെയ്യുവാൻ മഫ്രിയാനോ സ്വയം തീരുമാനമെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അന്ന് 90 വയസ്സ് പ്രായമുണ്ട്. ഇറാഖിലെ മൊസൂളിൽ നിന്ന് ബസ്ര തുറമുഖത്തെത്തി ഇന്ത്യയിലേക്ക് അദ്ദേഹം കപ്പലിൽ യാത്ര തിരിച്ചു. ഈ സംഘം സഞ്ചരിച്ചിരുന്ന കപ്പൽ 1685 ഗുജറാത്തിലെ സൂററ്റ് തുറമുഖത്ത് എത്തിച്ചേർന്നു. സൂററ്റിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യണം. കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ മുഴുവൻ പോർച്ചുഗീസ് കപ്പൽപ്പടയുടെ സാന്നിധ്യമുണ്ട്. പേർഷ്യയിൽ നിന്ന് വരുന്ന ഒരു ബിഷപ്പിനെ കേരളത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പോർച്ചുഗീസ് കപ്പൽപ്പടയുടെ ലക്ഷ്യം. അങ്ങനെ പോർച്ചുഗീസുകാരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി മഫ്രിയാനോയും സംഘവും മലബാറിലെ തലശ്ശേരി കടപ്പുറത്താണ് വന്നിറങ്ങിയത്. തലശ്ശേരിയിൽ നിന്ന് വേഷപ്രച്ഛന്നരായി കാൽനടയായി കിഴക്കോട്ട് സഞ്ചരിച്ച് തമിഴ്നാട്ടിലെത്തുകയും തമിഴ്നാട്ടിലൂടെ മൂന്നാറിലെത്തി മൂന്നാറിൽ നിന്ന് കോതമംഗലത്തേക്ക് യാത്ര ചെയ്യുകയുമായിരുന്നു. കോതമംഗലത്ത് മഫ്രിയാനോയും സംഘവും എത്തുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നിപ്രകാരമാണ്: മഫ്രിയാനോയും സംഘവും കോതമംഗലത്തിനടുത്ത ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു നായർ യുവാവ് തന്റെ പശുക്കളെ തീറ്റിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു. ഈ നായർ യുവാവിനോട് കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് വഴി കാണിച്ചു തരുവാൻ ഞങ്ങളുടെ കൂടെ വരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ആ സ്ഥലത്ത് തന്റെ കന്നുകാലികളെ ഉപേക്ഷിച്ചു പോകുവാൻ ഈ യുവാവിന് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ മഫ്രിയാനോ ആ കന്നുകാലി കൂട്ടത്തിന് ചുറ്റും ഒരു കളം വരച്ചു. ആ കളത്തിന് പുറത്തേക്ക് കന്നുകാലികൾക്ക് ഇറങ്ങുവാൻ സാധിക്കുന്നില്ല, കളത്തിനകത്തേക്ക് മറ്റാർക്കും പ്രവേശിക്കുവാനും സാധിക്കുന്നില്ല. ഈ അത്ഭുതം കണ്ട യുവാവ് മഫ്രിയാനോയെയും കൂട്ടിക്കൊണ്ട് ചെറിയ പള്ളിയിലേക്ക് എത്തുകയായിരുന്നു. കോതമംഗലം ചെറിയ പള്ളിയിലെത്തിയ മഫ്രിയാനോയെയും സംഘത്തെയും കോതമംഗലത്തെ വിശ്വാസികൾ ആവേശത്തോടുകൂടെ സ്വീകരിച്ചു. പള്ളിമണി ദീർഘനേരം അടിച്ച് അവർ ആ വിവരം ദേശം മുഴുവൻ അറിയിച്ചു. ചുറ്റുവട്ടങ്ങളിലുള്ള പള്ളികളിൽ നിന്നെല്ലാം കൂട്ടം കൂട്ടമായി വിശ്വാസികൾ കോതമംഗലം പള്ളിയിലേക്ക് ഒഴുകിയെത്തി. കോതമംഗലം ചെറിയ പള്ളിയിൽ വെച്ച് എൽദോമാർ ബസേലിയോസ് മലങ്കര സഭയ്ക്ക് വേണ്ടി എപ്പിസ്കോപ്പായിരുന്ന ഇവാനിയോസ് ഹിദായത്തുള്ളയെ മെത്രാപോലിത്തയായി വാഴിച്ചു. ഇദ്ദേഹമാണ് പിൽക്കാലത്ത് മലങ്കര സഭയുടെ അന്ത്യോക്യൻ വൽക്കരണത്തിന് മുഖ്യ പങ്കാളിത്തം വഹിച്ച വ്യക്തി. കഠിനമായ കടൽ യാത്രയുടെ ക്ഷീണവും 92 വയസ്സിന്റെ വാർദ്ധക്യവും എൽദോമാർ ബസേലിയോസ് മഫ്രിയാനോയെ ശാരീരികമായി വല്ലാതെ തളർത്തിക്കളഞ്ഞു. രോഗിയായി തീർന്ന എൽദോമാർ ബസേലിയോസ് 13ാമത്തെ ദിവസം കാലം ചെയ്തു. അദ്ദേഹത്തെ കോതമംഗലം പള്ളിയുടെ മദ്ബഹായിൽ ഖബറടക്കി. എൽദോമാർ ബസേലിയോസ് മഫ്രിയാനോയുടെ മരണത്തെ തുടർന്ന് കോതമംഗലത്തെ വിശ്വാസ സമൂഹം അദ്ദേഹത്തെ ഒരു പുണ്യപുരുഷനായി കരുതുകയും അദ്ദേഹത്തിന്റെ തിരുനാൾ എല്ലാ വർഷവും ഒക്ടോബർ മാസം വലിയ ആഘോഷത്തോടെ അവിടെ നടത്തുവാനും തുടങ്ങി. പിൽക്കാലത്ത് ഇതൊരു വലിയ തീർത്ഥാടന സമയമായി മാറുകയും സഭയുടെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം ഈ ഉത്സവത്തിലൂടെ ലഭിക്കുവാനും തുടങ്ങി. മാത്രവുമല്ല, കോതമംഗലം ഭാഗത്തുള്ള വിശ്വാസ സമൂഹത്തിന്, പ്രത്യേകിച്ച് സുറിയാനി ക്രൈസ്തവർക്കിടയിൽ ഈ മഫ്രിയാനോയോടുള്ള ബഹുമാന സൂചകമായി അവർ തങ്ങളുടെ കുടുംബങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എൽദോ എന്നോ ബേസിൽ എന്നോ പേരിടുന്നത് ഒരു സാധാരണ രീതിയായി മാറി. കോതമംഗലത്തെ പള്ളിയിൽ ധാരാളം വിശ്വാസികൾ വർഷാവർഷം എത്തുകയും ചെയ്യുന്നു. സഭയ്ക്ക് വലിയ വരുമാനം ഉണ്ടാകുന്നു. എന്നാൽ ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ആ കാലത്ത് തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾക്ക് കോതമംഗലം വരെ യാത്ര ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ കോഴഞ്ചേരി മാരാമണ്ണിലെ പള്ളിയിലെ പ്രധാനപ്പെട്ട ആളുകൾ മുത്തപ്പന്റെ ഒരു പ്രതിമ മാരാമൺ പള്ളിയിൽ സ്ഥാപിച്ച് അവിടെ ഒരു ഉത്സവം നടത്തുവാനായിട്ട് തീരുമാനമെടുത്തു. മറ്റൊരു കാരണം കൂടി അതിനുണ്ട്. ഈ മുത്തപ്പന്റെ ഉത്സവം അവിടെ നടക്കുകയാണെങ്കിൽ സഭയ്ക്ക് വലിയ വരുമാനം അതുകൊണ്ട് ഉണ്ടാകുമെന്നും അവർ ചിന്തിച്ചു. അങ്ങനെ ഈ വരുമാനം കൂടെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പള്ളിയുടെ പ്രധാനികൾ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത്. വർഷാവർഷം വലിയ ആഘോഷമായി മുത്തപ്പന്റെ പ്രദക്ഷിണം നടത്തുകയും ജനങ്ങൾ മുത്തപ്പന്റെ പ്രതിമയിൽ കാര്യസാധ്യത്തിന് വേണ്ടി സംഭാവനകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടേയിരുന്നു. ഇവിടെയാണ് ഏബ്രഹാം മൽപ്പാൻ നവീകരണത്തിന്റെ ശംഖുലി മുഴക്കിക്കൊണ്ട് മലങ്കരയിൽ ഒരു പുതിയ വിപ്ലവം സൃഷ്ടിച്ചത്. അദ്ദേഹം തന്റെ പള്ളിയിൽ നിന്ന് തന്നെ അത് ആരംഭിച്ചു.
മുത്തപ്പന്റെ പ്രതിമയെടുത്ത് കിണറ്റിലെറിഞ്ഞുകൊണ്ട് സഭയെ നവീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. പിന്നീട് മാരാമൺ കൺവെൻഷനൊക്കെ ആരംഭിക്കത്തക്ക നിലയിൽ മർത്തോമാ സഭയും മർത്തോമാ സുവിശേഷ സംഘവും ഒക്കെ ആരംഭിക്കുവാൻ എബ്രഹാം മൽപ്പാൻ മുഖാന്തരമായി എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ മർത്തോമാ സഭ എത്തി നിൽക്കുന്നത് എവിടെയെന്ന് ചിന്തിക്കുന്നത് കൂടെ ഈ സന്ദർഭത്തിൽ കരണീയമായിരിക്കും. ഒരു കാലത്തെ എബ്രഹാം മൽപ്പാനിലൂടെ ഉപേക്ഷിച്ചു കളഞ്ഞ പലതിനെയും തിരികെ സ്വീകരിക്കുവാനുള്ള വെപ്രാളത്തിലാണ് മർത്തോമാ സഭയുടെ ഇപ്പോഴത്തെ നടത്തിപ്പുകാർ. കഴിഞ്ഞയിടെ 8 ബിഷപ്പുമാർ ഒന്നിച്ച് റോമിൽ ചെന്ന് മാർപ്പാപ്പയെ കണ്ടതും കത്തോലിക്ക സഭയുമായി ഡയലോഗുകൾ നടത്തുന്നതിൻ്റെയും ഒക്കെ പുറകിൽ ഏതെങ്കിലും നിലയിൽ കത്തോലിക്ക സഭയുടെ ഒരു ഭാഗമായി മാറത്തക്ക നിലയിൽ മർത്തോമാ സഭയെ കൊണ്ടെത്തിക്കുവാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമാണെന്ന് പലരും കരുതുന്നു. ഒരുപക്ഷെ സമീപഭാവിയിൽ തന്നെ മാരാമണ്ണിലെ കിണറ്റിൽ പഴയ മുത്തപ്പന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് തപ്പി നോക്കുവാനും ചിലരെങ്കിലും തയ്യാറാകുമെന്ന് സംശയിച്ചാലും തെറ്റില്ല.